ഇന്ന് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് ഒരുപാട് സമരപരിപാടികൾ നമ്മൾ നടത്തി. അതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ഒന്നുകൂടി വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണകർത്താക്കളോട് നമ്മുടെ ക്ഷേത്രങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച്. അതൊന്നും അറിയാത്തവരല്ല ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണകൂടങ്ങളൊക്കെ. പക്ഷെ അവരൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ ഒരു കറവ പശുവാക്കി മാറ്റുന്ന സംവിധാനം ആണ് നാളിതുവരെ ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് ഇടതുമുന്നണിയുടെ കീഴിലാകട്ടെ വലതുമുന്നണിയുടെ കീഴിലാകട്ടെ, ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ അവർക്ക് കറവ പശുക്കളാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്തകളൊക്കെ സത്യം പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇപ്പോ ശബരിമലയിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു, 30 കിലോ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത്? 1900 കിലോ ചെമ്പ് നഷ്ടപ്പെട്ടു. ഈ സ്വർണത്തിന്റെയും ചെമ്പിന്റെയും മൂല്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിൽ നമ്മൾ കണക്കാക്കരുത്. ശബരിമലയിലെ ചെമ്പ്, ഒരു കഷ്ണം ചെമ്പ്, അത് മാർക്കറ്റിൽ ആ ചെമ്പിന് 100 രൂപയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് വരുന്ന ചെമ്പിന് അത് 10,000 രൂപ. കാരണം അതിന്റെ മൂല്യം ശബരിമലയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ അയ്യപ്പനെ ഉപയോഗിച്ച ചെമ്പ് എന്നുള്ള പേരിലാണ് ഇത് വിൽക്കുന്നത്. അപ്പൊ നമ്മള് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല കണക്കാക്കേണ്ടത്, അതിന്റെ ഡിവൈൻ വാല്യൂ ആണ്, അതിന്റെ ആത്മീയ മൂല്യമാണ്, അതിന്റെ ആധ്യാത്മിക മൂല്യമാണ്. അയ്യപ്പൻ എന്ന വികാരത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യപ്പന് വേണ്ടി ചെലവാക്കാൻ സമർപ്പിക്കാൻ തയ്യാറുള്ള 100 കണക്കിന് 1000 ഭക്തന്മാർ, ആ ഭക്തന്മാരുടെ വികാരത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ, ഈ പറയുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ, സർവോപരി ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് ശബരിമലയെ കൊള്ളയടിച്ചത്. അപ്പൊ ശബരിമലയിലെ പ്രശ്നം ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള മാത്രമല്ല. ശബരിമലയിൽ എത്രയോ കാലമായി ശബരിമലയെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നു. ശബരിമലയെ കൊള്ളയടിക്കാൻ വേണ്ടി അവര് ഒട്ടനവധി പദ്ധതികൾ തയ്യാറാക്കി. ആദ്യം എന്താ ചെയ്തത്? ശബരിമലയിൽ നിന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളെയും പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേവസ്വം ബോർഡ് അന്നദാനം കൊടുക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ അന്നദാനം നടത്തി വന്ന ഹൈന്ദവ സംഘടനകളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകൾ. ആ സംഘടനകളെ അടക്കം ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡ് പുറത്താക്കി. ഇത് ശബരിമലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാ ഭക്തജന സംഘടനകളെയും ഇവര് പുറത്താക്കി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പുറത്താക്കിയത്? ഇപ്പോ കാര്യം വ്യക്തമല്ലേ. ഭക്തജന സംഘടനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും പുറത്താക്കിയത് അവർക്ക് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനാണ്, അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോകാനാണ്. പരസ്പര സഹകരണ സംഘം പോലെയാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ജീവനക്കാരും പ്രവർത്തിക്കുന്നത്. പരസ്പര സഹകരണ സംഘം പോലെയാണ്. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടന എന്ന് പറയുന്നത് CITUവിന്റെ സംഘടനയാണ്, പ്രധാനമായും CITUവിന്റെ സംഘടനയാണ്. അപ്പൊ CITUവിന്റെ സംഘടന പറയുന്നത് അനുസരിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാകട്ടെ, കൊച്ചി ദേവസ്വം ബോർഡിലാകട്ടെ, മലബാർ ദേവസ്വം ബോർഡിലാകട്ടെ ഏതു തീരുമാനവും അവിടെ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് യാതൊരു സ്ഥാനവുമില്ല, എക്സിക്യൂട്ടീവ് ഓഫീസർക്കൊന്നും ഒരു സ്ഥാനവുമില്ല. യൂണിയൻ നേതാവ് പറയുന്നതിനനുസരിച്ച് ജീവനക്കാരെ നിശ്ചയിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, സർവ ക്ഷേത്രങ്ങളിൽ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടിയാണ്. വർമ്മജി കേസുണ്ട്. കേസ് എന്തിനാണെന്നറിയാമോ? തിരുവാഭരണം സൂക്ഷിക്കാനുള്ള അവകാശം അത് ശബരിമലയ്ക്കാണ്, സന്നിധാനത്തിലാണ്. ഞങ്ങൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതാണ്.
അരമലയുടെ സ്ട്രോങ് റൂം തുറന്നു നോക്കാൻ പോയിട്ടുണ്ട്. ഭഗവാനെ അയ്യപ്പ, നിനക്ക് പോലും അറിയില്ല അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. കാരണം നമുക്കറിയാം ശബരിമലയിലെ ഓരോന്നും നഷ്ടപ്പെട്ടു. കട്ടിള പോയി, ദ്വാരപാലക പീഠം പോയി, വാജീവാഹനം പോയി, താലിയക്കുടം പോയി, സർവ്വതും പോയി. അപ്പൊ നമുക്ക് തോന്നും ഇത് പിണറായി വിജയന്റെ കാലത്ത് ഈ ഇടതുപക്ഷ സർക്കാർ മാത്രം ഭരിച്ചപ്പോ സംഭവിച്ചതാണെന്ന്. അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ഇപ്പോൾ നമ്മളെല്ലാം പറയില്ലേ, പ്രയാർ ഗോപാലകൃഷ്ണൻ വളരെ ഭക്തനാണ്. ഗോപാലകൃഷ്ണന്റെ കാലത്ത് സർവം ഭംഗിയായിരുന്നു. അങ്ങനെയാണോ? അല്ല. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരിക്കുമ്പോഴാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ കെ ജയകുമാർ 1,87,00,000 രൂപയുടെ പാത്രം വാങ്ങിയ ഇടപാട് തട്ടിപ്പ് നടത്തിയത്. 1,87,00,000 രൂപയുടെ തട്ടിപ്പ്. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ത് നടപടിയായി എടുത്തത്? ജയകുമാറിനെതിരെ ഒരു നടപടി എടുത്തില്ല. വിജിലൻസ് കണ്ടെത്തി കുറ്റക്കാരനാണോ പറഞ്ഞു. നടപടി എടുത്തോ? എടുത്തില്ല. പിന്നെ പത്മകുമാർ വന്നപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ട് പത്മകുമാർ ജയകുമാറിനെതിരെ നടപടി എടുത്തു. ഞാൻ പറഞ്ഞത്, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങൾ അത് ഇടത് ഭരിക്കട്ടെ വലത് ഭരിക്കട്ടെ, ആര് ഭരിക്കുമ്പോഴും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. നമ്മുടെ ഭക്തന്മാർ മുണ്ട് മുറുക്കിയെടുത്ത് അയ്യപ്പനെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുന്ന ആ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. പുറത്തു വന്ന വാർത്തകൾ അനവധിയാ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ, ശാസ്താംകോട്ട ക്ഷേത്രത്തില് 6 കിലോ സ്വർണം ഉപയോഗിച്ച് കൊടിമരം പടുന്നു. ആ കൊടിമരത്തിന്റെ നിറം ഇപ്പൊ കറുപ്പാണ് എന്ന് പറയുന്നു. ഇന്ന് പുറത്തു വന്ന വാർത്ത, ഇന്നലെയോ പുറത്തു വന്ന വാർത്ത എന്താ? വൈക്കം മഹാദേവന്റെ ക്ഷേത്രത്തില് 1/4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 1/4 കിലോ സ്വർണം എവിടെയെന്ന് ചോദിക്കുന്നത് ദേവസ്വം ബോർഡിന് മറുപടിയില്ല. 255, കൃത്യമായി പറഞ്ഞാൽ 255 ഗ്രാം സ്വർണം പോയി. എവിടെന്നാ പോയത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. അപ്പോ മറ്റൊരു വാർത്ത വരുന്നു, ആറന്മുള ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ച 58 പവൻ കാണാനില്ല. അവിടെ ഉണ്ടോ? പോയി നോക്കണം, ഉണ്ടോന്ന് അറിയില്ല. പുറത്ത് വേറെ വാർത്ത വരുന്നു, അങ്ങ് മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് വരുന്ന വാർത്ത എന്താ? അവിടെ ബാലുശ്ശേരിയില് വേട്ടക്കരു മകൻ ക്ഷേത്രത്തില് അവിടെ 20 പവൻ കാണാനില്ല. ഇത് മൊത്തം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാ. ഇത് സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ മാത്രം കാര്യമല്ല, സ്ഥലം പോകുന്നു. ഇന്ന് പുറത്തു വന്നൊരു വാർത്തയുണ്ട്, വെള്ളായണി ക്ഷേത്രം 83 ഏക്കർ ഉണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ 83 ഏക്കറാ. ഇപ്പൊ കണക്കനുസരിച്ച് നോക്കുമ്പോ ദേവസ്വത്തിന്റെ കയ്യിൽ 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. 1 ഏക്കർ 33 സെന്റേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തുകാർക്ക് ദേവസ്വം ബോർഡിന്റെ രേഖകൾ അനുസരിച്ച് നമ്മുടെ പാളയത്തെ ക്ഷേത്രം, സിദ്ധിവിനായക ഗണപതി ക്ഷേത്രത്തില് 93 സെന്റ് സ്ഥലം. 93 സെന്റ് സ്ഥലം. ഇപ്പൊ എത്രയുണ്ടെന്ന് അറിയാമോ? വെറും 7 സെന്റ് സ്ഥലം. ആരാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം കയ്യേറിയത്? സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ സ്ഥലം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മൂക്കിന് താഴെ സ്ഥലം നഷ്ടപ്പെടുന്നു, അന്യാധീനമാകുന്നു. 2001 മലബാർ ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡാവിറ്റ് കൊടുത്തു. ആ അഫിഡാവിറ്റ് എന്താ പറഞ്ഞറിയാമോ? മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ ഭൂമി അന്യാധീനമായി എന്നാണ്. മലബാർ ദേവസ്വം ബോർഡിന് 25,000 ഏക്കർ അന്യാധീനപ്പെട്ടു. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചൊരു കണക്കുണ്ട്. ആ കണക്ക് എന്താണെന്നറിയാമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 5,000 ഏക്കർ ഭൂമി. ആ 5,000 ഏക്കർ ഭൂമിയിൽ നിലവിൽ 2,000 ഏക്കർ ഭൂമിയെ ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ളൂ. 3,000 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു. 3,000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു. അതിൽ 555 ഏക്കർ ഭൂമി നിയമ പ്രശ്നത്തിൽ കുടുങ്ങിപ്പെട്ട് കിടക്കുകയാണെന്നാണ്. ഇനി നിങ്ങൾക്കറിയോ, കുടൽമാണിക്യം ക്ഷേത്രത്തിന് 5,568 ഏക്കർ ഭൂമിയാ.
5568 ഏക്കർ ഭൂമി ഇപ്പൊ നിലവിൽ 100 ഏക്കറിൽ താഴെയാണ്. കുടൽമാണിക്യം ദേവസ്വത്തിന് ഇപ്പൊ നിലവിൽ 100 ഏക്കറിൽ താഴെയുള്ളൂ. 5568 ഏക്കർ ഭൂമി. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങള് 949 ഒരു കവനന്റ് രൂപീകരിച്ച് തിരുക്കൊച്ചി രാജ്യത്തെ ഭരണാധികാരികൾ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. കേരള സർക്കാരുമായി ഒരു ഉടമ്പടിക്ക് തയ്യാറായില്ല. അവർക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇത് കേരളത്തിലെ ഭരണാധികാരികളെ രാഷ്ട്രീയ നേതൃത്വത്തെ ഏൽപ്പിച്ചാൽ ഈ ക്ഷേത്രങ്ങൾ നഷ്ടപ്പെടും, ക്ഷേത്ര സ്വത്തുക്കൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചു? ഈ കവനന്റ് കേന്ദ്ര സർക്കാരുമായിട്ടേ ഞങ്ങൾ ഉണ്ടാക്കും. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി വേണം ഈ കവനന്റിൽ ഒപ്പിടാൻ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി VP മേനോൻ വരികയും VP മേനോനുമായിട്ടാണ് ഈ കവനന്റ് ഒപ്പിട്ടത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ. അങ്ങനെയാണ് കവനന്റ് വന്നത്. ആ കവനന്റിലൂടെ വ്യക്തമാക്കപ്പെട്ടത് എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ സംരക്ഷിക്കും, ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കും, ക്ഷേത്രങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. എന്നാൽ പിന്നീടുണ്ടായതെന്താ? നമ്മൾ ഈ പറഞ്ഞതാണ്, ഇപ്പൊ നടന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെട്ടു, ക്ഷേത്ര സ്വത്തുക്കൾ കൊളയപ്പെട്ടു, എല്ലാം ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഒരു കാലത്ത് ക്ഷേത്രങ്ങളെ തകർക്കാൻ മുഗളന്മാരുടെ സൈന്യം വന്നു. ഔറംഗസീബ്, ബാബർ, ടിപ്പു ഇവരുടെ ആക്രമണത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. പിന്നീട് 1811 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാര് ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു, ക്ഷേത്രങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ ക്ഷേത്ര സ്വത്തുക്കൾ അവിടെയും കൊള്ളയടിക്കപ്പെട്ടു. 950 ശേഷം ഈ കവനന്റ് രൂപീകരിച്ച് ദേവസ്വം ബോർഡ് ഉണ്ടായി. നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച പോലെയാണ്. 25,000 ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി, 3000 ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി, 5000 ഏക്കർ നമ്മുടെ കുടൽമാണിക്യം ദേവസ്വത്തിന് പോയി, ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ്. ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കിടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്ത് ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തന്മാരെ അടിച്ചോടിച്ച് ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന സമീപനമാണ്. അതുകൊണ്ട് ഈ സമരം ക്ഷേത്ര വിമോചന സമരമാണ്. ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിക്കാൻ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി നടത്തുന്ന സമരമാണിത്. ഈ സമരം ക്ഷേത്രങ്ങൾ വിമോചിപ്പിക്കും വരെയുള്ള സമരമായി തുടരും. ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരിക്കാനുള്ള അവകാശം, ആ അവകാശം ഭരണഘടനാ ദത്തമാണ്, ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.